വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ നമ്മൾ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റം എന്നൊരു വസ്തു ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആറ്റം എന്നൊരു കാര്യം ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തി, അറ്റോമിക് തിയറി എന്താണ്, ആ സബ് അറ്റോമിക് പാർട്ടികളായിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ ആരാ കണ്ടുപിടിച്ചത്, അവരുടെ ചാർജ് എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. അല്ലേ, നിങ്ങൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് വരെ സയൻസ് സ്ട്രീം പഠിച്ചു പോയൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒന്നായിരിക്കും. +1 +2 നിങ്ങൾ സയൻസ് എടുത്താണ് പോയതെങ്കിൽ നിങ്ങൾക്കറിയാം ഇതല്ല, കുറച്ച് വ്യത്യാസമൊക്കെ അവിടെ വരുന്നുണ്ടത്. പക്ഷേ 10ാം ക്ലാസ് വരെ അടിസ്ഥാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ആറ്റത്തിൻ്റെ നടുക്കായിട്ട് ദേ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ ന്യൂക്ലിയസിനകത്താണ് ആരൊക്കെ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്, അതുപോലെ എന്താണ് നമ്മുടെ ന്യൂട്രോണ് നോ ചാർജാണ് അല്ലേ. ന്യൂട്രോൺ എന്താണ്, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല. ഇലക്ട്രോൺ ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ചാർജാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആറ്റം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ഈ കാണുന്ന ഈ പറയുന്ന ഓർബിറ്റ് അല്ലെ, ഒരു പ്രത്യേക ഓർബിറ്റ് കിടന്ന് ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഇത്രയും നിങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്, അതായത് ആറ്റത്തിന് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, മറക്കരുത്. ന്യൂട്രോൺ ചാർജ് ഒന്നുമില്ല. ഇലക്ട്രോൺ എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾക്കത് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് ഇടുക. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആറ്റം മോഡലുകളെ പറ്റി പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾക്ക് 3 ആറ്റം മോഡൽ പഠിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരുന്നുണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത്. തൽക്കാലം അത് നമുക്ക് അറിയേണ്ട, എന്താണ് ഞാൻ അതിൻ്റെ പേരൊന്ന് പറഞ്ഞൊരു അവസാനം. അപ്പോൾ 3 ആറ്റം മോഡൽ. ആദ്യം വരുന്നതാണ് തോംസൺസ് ആറ്റം മോഡൽ, അത് കഴിഞ്ഞ് വരുന്നതാണ് റുദർഫോർഡ് ആറ്റം മോഡൽ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ആദ്യമായിട്ട് നമുക്ക് ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി, ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ ആറ്റത്തിനകത്ത് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ 1904 ജെ തോംസൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ഒരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ആറ്റം മോഡലിൻ്റെ പേരാണ് എന്ത്? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. എന്താണ് പ്ലം പുഡിംഗ് മോഡൽ? പ്ലമ്മിൻ്റെ പുഡിംഗ്, കേക്ക് പോലത്തെ ഒരു സാധനം. അതിനകത്ത് ഇങ്ങനെ ഈ മുന്തിരി ഇതാ കണ്ടോ, ഈ താഴെ കാണുന്നതാണ് പ്ലം പുഡിംഗ്. ഇതിൻ്റെ മുമ്പിൽ ഇതായി മുകളിലായിട്ട് നമ്മളിങ്ങനെ ചെറിയ 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 എന്താണ് ഈ പറയുന്ന പ്ലംസ് ഉണ്ടല്ലോ, നമ്മൾ പ്ലം കേക്ക് ആലോചിച്ചത്. പ്ലം കേക്കിനെ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഭംഗിക്കായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് സാധനമൊക്കെ ഇട്ട് വെച്ചേക്കിയതില്ലേ, ഇതുപോലെയാണ് ഒരു ആറ്റം ഇരിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞത്. അതായത് ഈ കാണുന്ന ഭാഗം ഇപ്പോൾ ഒരു വാട്ടർമെലൻ്റെ നമ്മൾ എക്സാമ്പിളാക്കി എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതായത് ഈ വാട്ടർമെലണിൽ നമ്മൾ കഴിക്കുന്ന ചുവന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് പോസിറ്റീവ് ചാർജ്. നമ്മൾ വാട്ടർമെലണിൽ കഴിക്കുന്ന ഈ ചുവന്ന ഭാഗമാണ് പോസിറ്റീവ് ചാർജ്. അതിൽ കാണുന്ന കുരുവാണെന്ത്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വാട്ടർമെലൺ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തായിട്ട് കാണുന്ന നമ്മൾ ആ ഫ്ലഷി ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭാഗം, ഇതാണ് എന്തെന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഇതിനിടയിലായിട്ട് കാണപ്പെടുന്ന ഈ കുരു ഉണ്ടല്ലോ, ഇതാണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജെ തോംസൺ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോസിറ്റീവും കാണുമ്പോൾ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരുടെയും ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വലാണ്. സോ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതിന് ചാർജ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം വന്ന വർഷം വേണമെങ്കിൽ ചോദിക്കാൻ 1904. ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡലാണ്. അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ ആര് അവതരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ ചോദ്യം വരാം. പ്ലം പുഡിംഗ് മോഡൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ഈ താഴെ തന്നിരിക്കുന്നതാണ് ശരിയെന്ന് ചോദിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലം പുഡിംഗ് മോഡൽ പോലെ, അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് റെഡ് എഡിബിൾ പാർട്ടാണ്, നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ സീഡ് പോലെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പുഡിംഗ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ചാർജ്, അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലം ആണെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് എന്തായിരുന്നു? ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ഭാഗവും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ഭാഗവും ഉണ്ട്. പോസിറ്റീവ് ചാർജാണ് സ്പിയർ, അതിനകത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, എംബെഡഡ് ഇങ്ങനെ എടുത്ത് അടുക്കി വച്ചിക്കുക ആണ്. ഇവരുടെ അളവെന്ന് പറയുന്നത്, ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, ദ നെഗറ്റീവ് ആൻഡ് ദ പോസിറ്റീവ് ചാർജസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അവരുടെ അളവ് എന്ന് പറയുന്നത്
ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇലക്ട്രോൺസ് ആണ് ഒരുപാടുള്ളതെന്ന് തോന്നുമെങ്കിലും ഇലക്ട്രോൺസിൻ്റെ ചാർജും ഈ പറയുന്ന പ്രോട്ടോൺസിൻ്റെ ചാർജും ഈ എംബഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇലക്ട്രോൺസിൻ്റെ ചാർജും സെയിം ആണെന്ന് പറഞ്ഞു. പിന്നീട് മനസ്സിലായി അണ്ണം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ 1904 എത്ര വർഷം ഞാൻ മറന്നു കേട്ടോ, 1904 നമ്മുടെ ജെ തോമസൺ പറഞ്ഞതെങ്കിൽ 1911 ആയപ്പോഴത്തേക്കും എന്ത് വന്നു, നമ്മുടെ റുദർഫോർഡ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചുമ്മാ ഊഹിച്ചു കൂട്ടിയൊന്നും പറയണ്ട, ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ആ എക്സ്പെരിമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, തോംസൺ മോഡൽ തെറ്റാണ്, ഞാൻ പറയുന്ന മോഡലാണ് ശരി. അപ്പോൾ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. എന്തുവാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതാര്? റുദർഫോർഡ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതാര്? റുദർഫോർഡ്. അപ്പോൾ റുദർഫോർഡ് ആറ്റം മോഡലിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? റുദർഫോർഡ് ആറ്റം മോഡലാണ് ഒരുവിധം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള മോഡൽ. കാരണം അതിനകത്ത് ആരെപ്പറ്റി പറയുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് കാണുന്നത് ന്യൂക്ലിയസിനകത്താണെന്നും അതിന് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഡ് ബോക്സിനകത്ത് നിന്ന് എന്ത് ചെയ്തു, ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ കൊണ്ടുവന്ന് ഒരു ഗോൾഡ് ഫോയിൽ ഇടിപ്പിച്ചു. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, +2 ചാർജ് ഉള്ളൊരു സാധനമാണ് എന്ത്, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഒരു ഹീലിയം അയോൺ പോലെയാണ് എന്ത്, ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പോസിറ്റീവാണ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ടുവന്ന് ഈ ഗോൾഡ് ഫോയിൽ ഇടിപ്പിച്ചു. നോക്കിയപ്പോൾ കണ്ടത് അതിനകത്തുള്ള 3/4 ആൾക്കാരും വിത്തൗട്ട് എനി ഡീവിയേഷൻ എന്ത് ചെയ്തു, താഴേക്ക് പോയത്. ഇവിടെ നോക്കിയാൽ കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടുന്നത് ഈ വരുന്നവന്മാരാണ് എന്ത്, ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഈ ആൽഫ പാർട്ടിക്കിൾ നോക്കിയപ്പോൾ എന്താണ്, ഒരുവിധം എല്ലാവരും എന്ത് ചെയ്തു, വിത്തൗട്ട് എനി ഡീവിയേഷൻ അങ്ങോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, ഒരു ആറ്റത്തിനകത്ത് 3/4 സ്പേസ് ആണ്, എം ടി ആണ്, ഒന്നുമില്ല. കുറച്ചെണ്ണം എന്ത് ചെയ്തു, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് പേര് എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ട് ചെയ്തു, സ്മോൾ ഡിഫ്ലക്ഷൻ കാണിച്ചു. എന്നാൽ ചിലർ തട്ടിയിട്ട് എന്ത് ചെയ്തു, തിരിച്ചും വന്നു. പക്ഷേ തിരിച്ചു വന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യത്തിലോട്ട് എത്തി. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പാസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആറ്റത്തിനകത്ത് സ്പേസ് ആണ്. കുറച്ച് മാത്രം എന്ത് ചെയ്തു, ചെറിയ ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്തു, കുറച്ച് നല്ല ആംഗിൾ എന്ത് ചെയ്തു, ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതെന്താണ്, ഒരു ഹീലിയത്തിൻ്റെ അയോണിൻ്റെ ചാർജ് അല്ലെ, +2 ചാർജ് വരും, 4 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കി വയ്ക്കുക, അത്രയും മതി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിനകത്ത് ഈ കൺക്ലൂഷനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എന്താണ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, എം ടി ആണ്. ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിനകത്ത് ആണ്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. മാസ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന ഭാഗത്താണ്. അതായത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു ആറ്റം, അതായത് നടുക്കൊരു ന്യൂക്ലിയസ്, അകത്ത് പ്രോട്ടോണ്, അകത്ത് ന്യൂട്രോൺ പിന്നെയാണ് വരുന്നതെങ്കിൽ ന്യൂട്രോണ്, അതിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്നു എന്നാണ് ആര് പറഞ്ഞത്, ഈ പറയുന്ന റുദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, എന്ത് ചെയ്തു, റുദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ ഈ ഓർബിറ്റ് ഒന്നും അദ്ദേഹത്തിന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇലക്ട്രോൺ അതിന് ചുറ്റും ചെന്ന് കറങ്ങും, ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. ഇതാണെന്ത്, റുദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ റുദർഫോർഡ് ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ചാർജ് ഉള്ളൊരു സാധനമാണല്ലോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണെങ്കിൽ അങ്ങനെ ചുമ്മാ കറങ്ങത്തില്ല. ചാർജ് ഉള്ളൊരു വസ്തു കറങ്ങുകയാണെങ്കിൽ ഒന്നുകിൽ എനർജി എന്ത് ചെയ്യണം, പുറത്തോട്ട് കളയണം, അല്ലെങ്കിൽ എനർജി അകത്തോട്ട് എടുക്കണം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് പുറത്തോട്ട് അകത്തോട്ടൊന്നും എടുക്കാത്തതെന്നുള്ള കാര്യമൊന്നും റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് എന്ത് വരുന്നത്, ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. എന്ത് വരുന്നത്, ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. അപ്പോൾ എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്. അപ്പോൾ എന്താണ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ വേറൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന ആറ്റം, ഈ റുദർഫോർഡ് പറഞ്ഞ കുറേയൊക്കെ ശരിയാണ്. അതായത് എന്താണ്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ചുമ്മാ വന്ന് കറങ്ങുകയല്ല, ഇലക്ട്രോൺ ഒരു പ്രത്യേക പാത്തിലൂടെയാണ് കറങ്ങുന്നത്. ആ പാത്തിനകത്ത് എന്ത് വിളിച്ചു, ഓർബിറ്റ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ നമ്മളതിനെ എനർജി ലെവൽ എന്നോ അല്ലെങ്കിൽ എനർജി ഷെൽ എന്നോ ഒക്കെ വിളിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ K, L, M, N എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഓരോ ഷെല്ലുണ്ട്. ഈ ഷെല്ല്, ആ ഷെല്ല് അല്ലെങ്കിൽ നമ്മുടെ സൂര്യന് ചുറ്റും എന്താണ്, നമ്മുടെ പ്ലാനറ്റ് കിടന്ന് കറങ്ങുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതെന്നാണ് ആര് പറഞ്ഞത്, ബോർ പറഞ്ഞത്. ഈ പറയുന്ന ഇലക്ട്രോൺ ഇവിടെ കിടന്ന് ചുറ്റുമ്പോൾ, അതായത് ഇപ്പോൾ
ഒരു നിശ്ചിത എനർജി ഉള്ള ഇലക്ട്രോൺ മാത്രമേ ഒരു ഓർബിറ്റിൽ ഇരിക്കുകയുള്ളൂ. അതായത് ഏറ്റവും എനർജി എന്താണ് ഉള്ള ഒരാളെന്ന് പറയുന്നത് എന്തായിരിക്കും, ഏറ്റവും എനർജി കുറഞ്ഞ ആളെന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യത്തെ ഷെല്ലിൽ വന്നിരിക്കും. കുറച്ചുകൂടി എനർജി ഉള്ളവൻ അടുത്തടുത്ത് പോകും, കുറച്ചുകൂടി എനർജി ഉള്ളവൻ അടുത്തടുത്ത് പോകും, കുറച്ചുകൂടി എനർജി ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, അതിൻ്റെ അപ്പുറത്ത് പോകും എന്നാണ് പറഞ്ഞത്. ഇതാണ് എന്ത് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ എക്സ്ട്രാ പോയിന്റിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, ഇലക്ട്രോൺ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സ്റ്റേബിൾ ഓർബിറ്റ് വിത്തൗട്ട് എമിഷൻ ഓഫ് റേഡിയൻറ്റ് എനർജി. ഓക്കെ, ഈ ഓരോ ഓർബിറ്റിനും എന്താണ് എനർജി ഉണ്ട്, നമ്മൾ എനർജി ലെവലെന്നോ ഓർബിറ്റ് എന്നോ ഷെല്ലെന്നോ ഒക്കെ പറയും. അതിന് KLMN എന്നൊക്കെ പേരും എന്ത് ചെയ്തു കൊടുത്തു. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ളതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെയും നമുക്ക് കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. 1-2 ആൾക്കാരുടെ കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ബോറിന്. പിന്നീട് വരുന്നതാണ് എന്ത്, ഈ പറയുന്ന നമ്മുടെ അവസാനത്തെ ആറ്റം മോഡൽ. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡലെന്നോ അല്ലെങ്കിൽ ഷ്രോഡിംഗർ മോഡലെന്നോ പറയും. കാരണം ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇത് പറയണമെങ്കിൽ നമ്മൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പോലെയുള്ള കുറേ കാര്യങ്ങൾ പറയണം. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാത്തത് കൊണ്ട് നമ്മൾ ആറ്റം മോഡൽ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ 4 ആറ്റം മോഡൽ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ആറ്റം എന്താണ്, വാലൻസി എന്താണ്, അറ്റോമിക് മാസ് എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്, എന്തിനാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതായത് വാലൻസി മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ വരുന്നത്. സോ ഇപ്പോഴും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.